എല്ലാവർക്കും നമസ്കാരം. മിഡിൽ ഈസ്റ്റ് സംഘർഷം യൂറോപ്പിലും പ്രവാസി ഇന്ത്യൻ സമൂഹത്തിലും അത് എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ യുദ്ധം എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരു പരിധിവരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രവാസി കേരളത്തിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഇത് ഒരുപാട് ബാധിച്ചു. ഈ ഇടയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ നാട്ടിൽ പോയി, അവർക്കും തിരിച്ചു വരുവാൻ സാധിച്ചില്ല. അത് ജോലിയെ ബാധിച്ചവരുണ്ട്, അതുപോലെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർ നാട്ടിൽ അത്യാവശ്യത്തിന് പോയി തിരിച്ചു വരാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ സെമസ്റ്റർ കാര്യങ്ങളെയൊക്കെ ബാധിച്ച വിദ്യാർത്ഥിനികളുണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം, ഒരു യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഏത് തരത്തിലുള്ള സംഘർഷം ഉണ്ടായാലും ആദ്യം അത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ പൈസയെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാധാരണ ആളുകളെയും ബാധിക്കും. അതുപോലെ തന്നെ സാധാരണക്കാരായ മലയാളികളെയും ഇന്ത്യക്കാരെയൊക്കെ അത് ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പെട്രോളിൻ്റെ വില വർധനവ് പല യൂറോപ്യൻ രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതുവഴി അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ താളപ്പിഴകളിൽ, ബഡ്ജറ്റിലൊക്കെ താളപ്പിഴകൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സാധനത്തിൻ്റെയൊക്കെ വില കൂടി, അതൊക്കെ കുടുംബ ബഡ്ജറ്റുകളെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ന്യൂസിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് വിമാന ടിക്കറ്റുകളിലുണ്ടായ വലിയ വർധനവാണ്. നാട്ടിൽ പോയ ഒരു ഫാമിലിയുടെ അനുഭവം ഞാൻ കേട്ടത്, അവർ 3 ദിവസം എടുത്തു കൊച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്കിലൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടി. പിന്നെ കൈക്കുഞ്ഞുങ്ങളുമായി പോയവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് തിരിച്ചെത്തിയത്. അത് ജോലിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഈ അവസരത്തിൽ കാണേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി നാട്ടിലേക്കൊക്കെ പോകാൻ സാധിക്കാത്ത ജനങ്ങളുണ്ട്. അവരൊക്കെ പലപ്പോഴും അവരെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തും ഒക്കെ ആയിട്ടിരിക്കുന്നു. നാട്ടിലെ സമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള ആശങ്കകളുണ്ട്. ഇതൊക്കെയാണ് യൂറോപ്പിലുള്ള പ്രവാസി സമൂഹത്തെ ഇത് ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇത് ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് എത്ര വലിയ രീതിയിൽ തന്നെ ഈ സമൂഹത്തെ, യൂറോപ്യൻ സമൂഹത്തെ ഒക്കെ ബാധിക്കും. യൂറോപ്പിലെ സാധാരണ യൂറോപ്യൻ ജനങ്ങളൊന്നും ഈ അവസരത്തിൽ ഒരുപാട് വിലവർധനകളൊന്നും അങ്ങനെ താങ്ങുകയില്ല. അവരെയും അത് സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് സാധാരണയുള്ള യൂറോപ്യൻ ജനങ്ങളും പ്രവാസി സമൂഹവും എല്ലാം. ഗുഡ്നസ് ചാനലിന് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജോമേഷ് കൈതവന.